ജയ്പൂർ, ദ പിങ്ക് സിറ്റി. പ്രൗഢഗംഭീരമായ കൊട്ടാരങ്ങളും ഫോർട്ടുകളും ഫോക്ക് മ്യൂസിക്കും പെയിന്റിങ്സും വസ്ത്രധാരണവും ഒക്കെ കൊണ്ട് തന്നെ ഇന്ത്യയുടെ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് കൾച്ചറലി ഒരുപാട് വേറിട്ട് നിൽക്കുന്ന ഒരു നഗരമാണ് ജയ്പൂർ. രാജസ്ഥാന്റെ തലസ്ഥാന നഗരവും ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാൻഡ് സിറ്റി എന്നറിയപ്പെടുന്ന ജയ്പൂർ 1727 സവായി ജയ്സിംഗ് രണ്ടാമന്റെ കാലഘട്ടത്തിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അന്ന് അദ്ദേഹത്തിന്റെ ആർക്കിടെക്ട് പ്ലാനർ കൂടിയായ വിദ്യാധർ ഭട്ടാചാര്യയാണ് വളരെ പ്ലാൻഡ് ആയ ഒരു അർബൻ സിറ്റിയാക്കി ജയ്പൂരിനെ മാറ്റിയത്. അന്നത്തെ മറ്റു പല ഹില്ലി ടെറൈനിലുള്ള നഗരങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ജയ്പൂരിന്റെ ട്രേഡിനും കൊമേഴ്സിനും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ സിറ്റി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നോർത്ത് ഇന്ത്യയുടെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനായ ഗോൾഡൻ ട്രയാങ്കിളിന്റെ ഒരു ഭാഗമാണ് ജയ്പൂർ. ഡൽഹി, ആഗ്ര, ജയ്പൂർ എന്നീ സ്ഥലങ്ങൾ അടങ്ങുന്നതാണ് ഗോൾഡൻ ട്രയാങ്കിൾ. 1876 പ്രിൻസ് ഓഫ് വെയിൽസായ ആൽബർട്ട് എഡ്വേർഡിനെ സ്വീകരിക്കുന്നതിനായി അന്നത്തെ രാജാവായ രാംസിംഗ് രണ്ടാമനാണ് ജയ്പൂർ സിറ്റിയെ മുഴുവൻ പിങ്ക് നിറം ഉപയോഗിച്ച് പെയിന്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടത്. പിങ്ക് നിറത്തെ ഹോസ്പിറ്റാലിറ്റിയുടെ നിറമായാണ് കണക്കാക്കിയിരുന്നത്. ആരവല്ലി മലനിരകളാൽ ചുറ്റപ്പെട്ടതാണ് ജയ്പൂരിന്റെ വടക്ക് കിഴക്ക് ഭാഗങ്ങൾ. ഏൻഷ്യൻ ഹിന്ദു, മുഗൾ, വെസ്റ്റേൺ ആർക്കിടെക്ചറിന്റെ സമന്വയം സിറ്റി പ്ലാനിങ്ങിൽ ഉടനീളം കാണാൻ സാധിക്കുന്നതാണ്. സമ്പന്നമായ ചരിത്രവും രജപുത്ര വാസ്തുവിദ്യയ്ക്കും പേരുകേട്ട ഈ നഗരം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ആംബർ ഫോർട്ട്. ജയ്പൂർ സിറ്റിയിൽ നിന്ന് 11 കിലോമീറ്റർ മാറി നിൽക്കുന്ന യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയ ആംബർ ഫോർട്ട് കാലാതീതമായ ചാരുതയും രാജകീയ പ്രതാപവും ഒക്കെ വിളിച്ചു കാട്ടുന്ന ഒന്നാണ്. പെയിൽ യെല്ലോ, പിങ്ക് സമ്മിശ്രമായ സാൻഡ്സ്റ്റോൺ കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന ഈ കൊട്ടാരം ഒരു കാലത്ത് കച്ചവാഹ രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു. പിന്നീട് ജയ്പൂർ സിറ്റി പാലസിലേക്ക് ക്യാപിറ്റൽ മാറ്റി നിർമ്മിക്കുന്നത് വരെ. 1592 മഹാരാജ മാൻസിംഗ് ഒന്നാമൻ ആംബർ ഫോർട്ടിന്റെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും 4 ഘട്ടങ്ങളിലായാണ് ഫോർട്ടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. പിന്നീട് വന്ന സവായി ജയ്സിംഗ് ഒന്നാമൻ, ജയ്സിംഗ് രണ്ടാമൻ ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നാണ് ഇന്ന് കാണുന്ന ആംബർ ഫോർട്ടായി മാറിയത്. പാലസിന്റെ നിർമ്മാണം 4 ലെവലുകളിലായാണ്. ഓരോന്നിലും ഓരോ കോർട്ട്യാർഡുമുണ്ട്. മെയിൻ എൻട്രി ഗേറ്റ് ആണ് സൂരജ് പോർട്ട് അഥവാ സൺ ഗേറ്റ്. ഇത് മെയിൻ കോർട്ട്യാർഡിലേക്ക് തുറക്കപ്പെടുന്നു. യുദ്ധത്തിൽ വിജയിച്ച ശേഷം സൈന്യങ്ങൾ വിക്ടറി പരേഡ് നടത്തിയിരുന്നത് ഇവിടെയായിരുന്നു. ഇതാണ് ദിവാനി ആം. പബ്ലിക് ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു ഇവിടം. രാജാവിന് ജനങ്ങളുടെ പരാതികൾ കേൾക്കാനും അവരോട് സംവദിക്കാനും വേണ്ടിയിട്ടുള്ള ഇടമാണ് ദിവാനി ആം. ഇത് ദിവാനി കാസ്. ദിവാനി ആം പബ്ലിക് ഓഡിയൻസിന് വേണ്ടിയിട്ടാണെങ്കിൽ ദിവാനി കാസ് പ്രൈവറ്റ് ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ നിൽക്കുമ്പോൾ പാലസിന്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മവോത്ത ലേക്ക് കാണാൻ സാധിക്കും. ഈ മവോത്ത ലേക്കിലെ കേസരി ക്യാരിബാഗ് ഐലൻഡിലാണ് 15ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച മനോഹരമായ സാഫ്രോൺ ഗാർഡൻ. ആംബർ കോട്ടയിലെ ഏറ്റവും മനോഹരമായ പ്രവേശന കവാടങ്ങളിലൊന്നാണ് ഗണേഷ് പോൾ. മിർസ രാജ ജയ്സിംഗിന്റെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ചതാണ് ഇവിടം. ഗേറ്റിന്റെ നടുവിലായി ഗണേശ പെയിന്റിങ്ങും കാണാൻ സാധിക്കും. നാച്ചുറൽ കളേഴ്സ് ഉപയോഗിച്ചാണ് ഇവിടെ പെയിന്റിങ്ങുകൾ ചെയ്തിരിക്കുന്നത്. ഈ പ്രവേശന കവാടം മഹാരാജാവിന്റെ സ്വകാര്യ വസതികളിലേക്ക് നയിക്കുന്നു. ഈ കാണുന്നതാണ് ശീഷ് മഹൽ അഥവാ മിറർ പാലസ്. സങ്കീർണമായ കോൺവെക്സ് മിററുകളും കളേർഡ് ഗ്ലാസ് മൊസൈക്കും കൊണ്ട് പണിതിരിക്കുന്ന ഇവിടം
നക്ഷത്ര നിബിഡമായ ഒരു രാത്രിയുടെ പ്രതീതി രാജ്ഞിക്ക് അനുഭവപ്പെടാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ്. ഇത് സുബ്നിവാസ് അഥവാ ഹാൾ ഓഫ് പ്ലഷർ. രജപുത്ര രാജകുടുംബത്തിന്റെ വേനൽക്കാല വിശ്രമത്തിനായി പണി കഴിപ്പിച്ചിട്ടുള്ളത്. ചൂടിനെതിരെ കാറ്റ് പ്രദാനം ചെയ്യുന്നതിനായി വാട്ടർ കൂൾഡ് ചാനലുകൾ ഉപയോഗിക്കുന്ന ഒരു പുരാതന എയർ കണ്ടീഷനിങ് സംവിധാനമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. രാജാ മാൻസിംഗിന് 12 രാജ്ഞിമാരുണ്ടായിരുന്നതിനാൽ അദ്ദേഹം ഓരോ രാജ്ഞിക്കും ഓരോ മുറി വീതം 12 മുറികൾ നിർമ്മിച്ചു. ഓരോ മുറിയിലും രാജാവിന്റെ മുറിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഗോവണികൾ ഉണ്ടായിരുന്നു. എന്നാൽ രാജ്ഞിമാർക്ക് മുകളിലേക്ക് കയറാൻ അനുവാദമില്ലായിരുന്നു. ആംബർ ഫോർട്ട് അഥവാ അമീർ പാലസിന്റെ ചരിത്രം ഈ ഭരണാധികാരികളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജയ്ഗർ ഫോർട്ട്. ജയ്ഗർ പാലസും ഫോർട്ടും സ്ഥിതി ചെയ്യുന്നത് ചീലാക്കാട്ടില കുന്നുകൾക്ക് മുകളിലായാണ്. ഈ 2 ഫോർട്ടും ഒരു കോംപ്ലക്സ് ആയി കണക്കാക്കപ്പെടുന്നവയാണ്. ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സബ്ടെറേനിയൻ പാസേജും ഉണ്ട്. യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് കൊട്ടാര അംഗങ്ങൾ ഈ പാസേജ് വഴി ആംബർ ഫോർട്ടിൽ നിന്നും ജയ്ഗർ ഫോർട്ടിലേക്ക് പോകാനായി ഉപയോഗിച്ചിരുന്നു. ജൽമഹൽ അഥവാ വാട്ടർ പാലസ്. മൻസാഗർ ലേക്കിന്റെ നിശ്ചലമായ വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്നതായി തോന്നിക്കുന്ന ഒരു കൊട്ടാരം. റെഡ് സാൻഡ്സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കൊട്ടാരം വെള്ളത്തിൽ ഒഴുകി നടക്കുന്നതായി തോന്നുമെങ്കിലും അങ്ങനെയല്ല. കെട്ടിടത്തിന്റെ കുറേ ഭാഗം മൻസാഗർ തടാകത്തിലെ വെള്ളത്തിൽ മുങ്ങിപ്പോയതിനാൽ ഇപ്പോൾ മുകളിലത്തെ നില മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. മനോഹരമായ മൻസാഗർ തടാകത്തിന്റെ തീരത്തിരിക്കുമ്പോൾ ശുദ്ധജലത്തിന്റെ സുഗന്ധം വഹിച്ചുകൊണ്ട് ഒരു ഇളം കാറ്റ് നിങ്ങളെ തഴുകുന്നു. ചുറ്റും പച്ച പരവതാനി വിരിച്ച കുന്നുകൾ, ശാന്തമായ ഭൂപ്രകൃതി. ഇതാണ് ജൽമഹലിന്റെ ചുറ്റുമുള്ള കാഴ്ചകൾ. ഒരു പിക്ചർ പെർഫെക്റ്റ് ലാൻഡ്സ്കേപ്പ് ആണ് ഇവിടെ. ആരവല്ലി കുന്നുകളുടെ ഒരു കുന്നിൻ മുകളിലേക്ക് കയറുമ്പോൾ ആകാശത്തിന് നേരെ മനോഹരമായ ഒരു സില്ലൗട്ട് രൂപം കൊള്ളുന്ന തരത്തിലാണ് നഹർഗർ കോട്ടയുടെ ആദ്യ കാഴ്ച. സവായി ജയ്സിംഗ് രണ്ടാമൻ 1734 നിർമ്മിച്ച ഈ ഫോർട്ട് ജയ്പൂർ സിറ്റിയുടെ സംരക്ഷണത്തിനായി നിർമ്മിച്ചതാണ്. ഫോർട്ടിനുള്ളിലെ മാൻ പാലസ് അറിയപ്പെടുന്നത് ശ്രീ മാധവേന്ദ്ര ഭവൻ എന്നാണ്. ഐറിഷ് വർക്കുകളും ഫ്രെസ്കോ പെയിന്റിങ്സും പാലസിന്റെ ചുവരുകളിൽ കാണാൻ സാധിക്കും. ശ്രീ മാധവേന്ദ്ര ഭവന്റെ ടെറസിൽ നിന്ന് നോക്കിയാൽ ജയ്പൂർ സിറ്റിയുടെ ഒരു പനോരമിക് വ്യൂ കാണാൻ കഴിയുന്നതാണ്. ഫോർട്ടിന് തൊട്ടടുത്തായി വലിയ തോതിലുള്ള ജലസംഭരണ യൂണിറ്റുകൾ കാണാം. 2 വർഷം വരെ ദശലക്ഷക്കണക്കിന് ഗാലൻ വെള്ളം സംഭരിക്കാൻ ഇത് പ്രാപ്തമാണ്. ചുറ്റുമുള്ള ആരവല്ലി കുന്നുകളിൽ നിന്ന് മഴവെള്ളം ശേഖരിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന 2 വലിയ പടിക്കിണറുകൾ അഥവാ ബോറികളാണിത്. ആൽബർട്ട് ഹോൾ മ്യൂസിയം. 19 ഏക്കറിൽ വിശാലമായ പൂന്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന മനോഹരമായ ഒരു മ്യൂസിയം. പ്രവേശന കവാടത്തിലൂടെ നടക്കുമ്പോൾ ഭൂതകാലവും വർത്തമാനവും
ഇടകലർന്ന ഒരു സാംസ്കാരിക പൈതൃകത്തിലൂടെ കടന്നു പോകുന്നതായി തോന്നും. ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിൽ രജപുത്ര സ്വാധീനവും ചേർന്ന ഈ മ്യൂസിയം അക്കാലത്തെ വാസ്തുവിദ്യാ മികവിന്റെ ഉത്തമ ഉദാഹരണമാണ്. 1878 പ്രിൻസ് ഓഫ് വെയിൽസായ ആൽബർട്ട് എഡ്വേർഡ് ജയ്പൂർ സന്ദർശിച്ച സമയത്ത് തറക്കല്ലിട്ടെങ്കിലും എന്തിനു വേണ്ടി ഉപയോഗിക്കുമെന്നൊരു ധാരണ അന്നുണ്ടായിരുന്നില്ല. പിന്നീട് റെസിഡന്റ് സർജനായ ഡോക്ടർ തോമസ് ഹെൻലി പ്രാദേശിക കലാകാരന്മാരുടെ കരകൗശല വസ്തുക്കൾ പ്രദർശിപ്പിക്കാൻ ഈ സ്ഥലം ഉപയോഗിക്കാമെന്ന് നിർദ്ദേശിക്കുകയും സവായി മധോസിംഗ് രണ്ടാമൻ അതൊരു നല്ല ആശയമായി തോന്നുകയും ചെയ്തതുകൊണ്ടാണ് പിന്നീട് വളരെ വിപുലീകരിച്ചൊരു മ്യൂസിയമാക്കി ഇവിടം മാറ്റിയത്. തവിട്ട് ബീജ നിറങ്ങളിലുള്ള കല്ലുകൾ കൊണ്ട് കാർവ് ചെയ്ത പുറംഭാഗം. മ്യൂസിയത്തിനുള്ളിൽ പൈതൃകത്തിന്റെ പ്രദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന 16 ഗാലറികളുടെ ഒരു ശേഖരമുണ്ട്. ഇന്ത്യൻ അന്തർദേശീയ ആർട്ടിഫാക്റ്റുകളുടെ ശ്രദ്ധേയമായ ശേഖരവും പുരാതന ശില്പങ്ങൾ, അന്നത്തെ രാജകുടുംബാംഗങ്ങളുടെ തുണിത്തരങ്ങൾ, ഡെക്കറേറ്റീവ് വെയർസ്, മിനിയേച്ചർ പെയിന്റിങ്ങുകൾ എന്നിങ്ങനെ കാഴ്ചകൾ വിവിധങ്ങളാണ്. മ്യൂസിയത്തിലെ പ്രധാന ആകർഷണമാണ് ഇവിടുത്തെ മമ്മി. ഏൻഷ്യൻ പെനോപോളിസിലെ ഒരു പുരോഹിത കുടുംബത്തിലെ സ്ത്രീയുടെ മമ്മിയാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഈജിപ്തിലെ കെയ്റോയിൽ നിന്ന് കൊണ്ടുവന്ന മമ്മി ഏകദേശം 2300 വർഷം പഴക്കമുള്ളതാണ്. ഇന്ത്യയിലെ ചുരുക്കം ചില ഈജിപ്ഷ്യൻ മമ്മികളിൽ ഒന്ന്. ഇന്ത്യയുടെ പുരാതന കാലത്തെ വിവിധ കാലഘട്ടങ്ങളിൽ നിന്നും ശേഖരിച്ച ശില്പങ്ങളുടെ ശ്രദ്ധേയമായ ശേഖരം ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഗുപ്ത, കുഷാന, മിഡീവൽ കാലഘട്ടങ്ങളിലെ വെങ്കല ശില്പങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. സഹസ്രാബ്ദങ്ങളായി ഇന്ത്യയെ വിശേഷിപ്പിച്ച സമ്പന്നമായ മതബഹുസ്വരതയെ പ്രതിഫലിപ്പിക്കുന്ന ഈ ശില്പങ്ങളിൽ പലപ്പോഴും ഹിന്ദു ദേവതകളെയും ബുദ്ധമത വ്യക്തികളെയും ജൈന തീർത്ഥങ്കരന്മാരെയും ചിത്രീകരിച്ചിരിക്കുന്നു. രാജാക്കന്മാരുടെ യുദ്ധങ്ങൾക്കും മറ്റും ഉപയോഗിച്ച ആയുധങ്ങളുടെ ആർമർ ഗാലറിയാണിത്. വാളുകൾ, കടാരകൾ, പരിചകൾ എന്നിവ മുതൽ ആദ്യകാല പീരങ്കികൾ വരെ ഈ ശേഖരത്തിൽ ഉൾപ്പെടുന്നു. പരമ്പരാഗത രാജസ്ഥാനി സംഗീത ഉപകരണങ്ങളുടെയും മനോഹരമായൊരു ശേഖരം ഇവിടെയുണ്ട്. സിത്താർ, സാരംഗി, തബല, ഷെഹനായി, ഹാർമോണിയം തുടങ്ങിയ ഉപകരണങ്ങളും വിവിധ നാടോടി ഉപകരണങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. സിറ്റി പാലസ് ജയ്പൂരിന്റെ സംസ്ഥാന ഭരണാധികാരികളുടെ ഒരു രാജകീയ വസതിയും മുൻ ഭരണ ആസ്ഥാനവുമാണ് സിറ്റി പാലസ്. രാജസ്ഥാനി മുഗൾ വാസ്തുവിദ്യാ ശൈലികളുടെ ആകർഷകമായ സംയോജനം തന്നെയാണ് ഇവിടുത്തെയും പ്രത്യേകത. 1727 മഹാരാജ ജയ്സിംഗ് രണ്ടാമനാണ് കൊട്ടാരം ആംബർ ഫോർട്ടിൽ നിന്ന് ജയ്പൂർ സിറ്റി പാലസിലേക്ക് മാറ്റി നിർമ്മിച്ചത്. തലമുറകളായി അദ്ദേഹത്തിന്റെ പിൻഗാമികൾ മനോഹരമായി അലങ്കരിക്കുകയും കൂട്ടിച്ചേർക്കുകയും ഒക്കെ ചെയ്ത് സിറ്റി പാലസ് എന്ന ജയ്പൂരിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു പ്രതീകമായി മാറിയിരിക്കുന്നു. സിറ്റി പാലസ് ഇന്നും ജയ്പൂർ രാജകുടുംബത്തിന്റെ വസതിയായി തുടരുന്നു. ഉദയ്പോൾ, ജന്തർ മന്ദറിനടുത്തുള്ള വിരേന്ദർ പോൾ, ട്രിപ്പോളിയ എന്നിങ്ങനെ 3 മെയിൻ ഗേറ്റുകളാണ് സിറ്റി പാലസിന്റെ എൻട്രൻസ് ഗേറ്റുകൾ. രാജകുടുംബത്തിന്റെ കൊട്ടാരത്തിലേക്കുള്ള പ്രവേശനത്തിനായി ട്രിപ്പോളിയ ഗേറ്റ് ഉപയോഗിക്കുന്നു. പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാനായി ഉദയ്പോൾ അല്ലെങ്കിൽ വിരേന്ദർ പോൾ ഉപയോഗിക്കാം. കൊട്ടാര സമുച്ചയത്തിൽ വിവിധ കോർട്ട്യാർഡുകൾ, ഗാലറികൾ, മ്യൂസിയം ട്രസ്റ്റ് ഓഫീസ്, റെസ്റ്റോറന്റുകൾ എന്നിവ അടങ്ങുന്ന നിരവധി കെട്ടിടങ്ങളുണ്ട്. ചന്ദ്രമഹൽ, മുബാറക് മഹൽ, സിറ്റി പാലസ് മ്യൂസിയം എന്നിവയാണ് ഇവയിൽ പ്രധാനപ്പെട്ടവ. ആയിരത്തി 1959 സ്ഥാപിതമായ ജയ്പൂർ സിറ്റി പാലസ് മ്യൂസിയം ഇന്ത്യയിലെ പ്രമുഖ കൊട്ടാര മ്യൂസിയങ്ങളിൽ ഒന്നാണ്. അമേറിലെയും ജയ്പൂരിലെയും കച്ചാവാഹ ഭരണാധികാരികൾ നൂറ്റാണ്ടുകളായി ശേഖരിച്ച് കമ്മീഷൻ ചെയ്ത വാസ്തുവിദ്യയും ദേശീയ പ്രാധാന്യമുള്ള ശേഖരണങ്ങളും ഉൾക്കൊള്ളുന്ന ഈ മ്യൂസിയം ഈ പ്രദേശത്തിന്റെ സാംസ്കാരികവും പരമ്പരാഗതവുമായ വേരുകൾ പ്രതിഫലിപ്പിക്കുന്നു. മാർബിളിൽ കൊത്തിയെടുത്ത 2 ആനകളുള്ള ഈ കവാടമാണ് രജേന്ദ്ര പോൾ. ഇതിലൂടെ അകത്തേക്ക് പോയാൽ സിറ്റി പാലസിന്റെ ഇന്നർ കോംപ്ലക്സിലേക്ക് കടക്കാം. ഈ കാണുന്നതാണ് ദിവാനി കാസ് അഥവാ സർവതോഭദ്ര. ഒറ്റ നിലയുള്ള ചതുരാകൃതിയിലുള്ള തുറന്ന ഹാളാണിത്. 4 വശങ്ങളിലായി അടച്ചിട്ട മുറികളും കാണാം. ഹോൾ ഫോർ പ്രൈവറ്റ് ഓഡിയൻസ് ആണ് ദിവാനി കാസ്. ജയ്പൂർ മഹാരാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങുകൾ പോലുള്ള പ്രധാനപ്പെട്ട സ്വകാര്യ ചടങ്ങുകൾക്ക്
ഇത് പരമ്പരാഗതമായി ഉപയോഗിച്ചു വന്നിരുന്നു. ഇന്നും രാജകീയ ഉത്സവങ്ങൾക്കും ദസറ പോലുള്ള ആഘോഷങ്ങൾക്കും ഉപയോഗിക്കുന്നു. 5.5 അടി ഉയരവും 4000 ലിറ്റർ കപ്പാസിറ്റിയുമുള്ള 2 വലിയ സ്റ്റെർലിംഗ് സിൽവർ ഭരണികളാണ് ഈ കാണുന്നത്. 14,000 വെള്ളി നാണയങ്ങൾ ഉരുക്കി ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. സവായ് മധോസിംഗ് രണ്ടാമൻ തന്റെ ഇംഗ്ലണ്ടിലേക്കുള്ള യാത്രയിൽ ഗംഗാജലം കുടിക്കാൻ കൊണ്ടുപോകുന്നതിനായി നിർമ്മിച്ചതാണിവ. അതിനാൽ തന്നെ ഈ ഭരണികൾക്ക് ഗംഗാജലിസ് എന്ന പേരുകൂടിയുണ്ട്. ഇതാണ് ദിവാനി ആം അല്ലെങ്കിൽ സഭാ നിവാസ്, ഹോൾ ഫോർ പബ്ലിക് ഓഡിയൻസ്. ഉദയ്പൂർ ഗേറ്റിനടുത്തായാണ് ദിവാനി ആം സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നതാണ് മുബാറക് മഹൽ. 4 വശങ്ങളും സമാനമാണ്. വെള്ള മാർബിളും ബീജ് കല്ലുകളും കൊണ്ട് സങ്കീർണമായ കൊത്തുപണികൾ. മുൻവശത്തായി ഒരു ഹാങ്ങിങ് ബാൽക്കണിയുമുണ്ട്. വിദേശ അതിഥികളെ സ്വീകരിക്കുന്നതിനാണ് മുബാറക് മഹൽ നിർമ്മിച്ചതെങ്കിലും ഇപ്പോൾ മ്യൂസിയം, ഓഫീസുകളും ലൈബ്രറിയും ഒക്കെ ഇതിനുള്ളിൽ പ്രവർത്തിച്ചു വരുന്നു. സിറ്റി പാലസ് സമുച്ചയത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കെട്ടിടമാണ് ചന്ദ്രമഹൽ. 7 നിലകളുള്ള ഈ കെട്ടിടത്തിലാണ് ജയ്പൂർ രാജകുടുംബാംഗങ്ങൾ ഇന്നും താമസിച്ചു വരുന്നത്. അവിടേക്ക് പ്രവേശനം പരിമിതമാണ്. പാലസിനുള്ളിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു റൂഫ് ടോപ്പ് റെസ്റ്റോറൻ്റ് ആണിത്. ഇവിടെ നിന്നാൽ ചന്ദ്രമഹലിൻ്റെയും വിക്ടോറിയൻ ശൈലിയിലുള്ള പാലസിൻ്റെ ക്ലോക്ക് ടവറിൻ്റെയും മനോഹരമായൊരു കാഴ്ച ലഭിക്കുന്നതാണ്. ഹവാ മഹൽ അഥവാ പാലസ് ഓഫ് വിൻഡ്സ്. റോയൽ സിറ്റി പാലസിൻ്റെ എക്സ്റ്റൻഷനായാണ് ഹവാ മഹൽ നിർമ്മിച്ചിരിക്കുന്നത്. സവായി പ്രതാപ് സിംഗ് മഹാരാജാവിൻ്റെ കാലത്ത് പണികഴിപ്പിച്ച ഹവാ മഹൽ ജയ്പൂരിൻ്റെ മറ്റൊരു ആകർഷണ കേന്ദ്രമാണ്. 953 വിൻഡോസ് അഥവാ ജെറോക്കാസിൽ നിന്നാണ് ഹവാ മഹൽ എന്ന പേര് ലഭിച്ചത്. വേനൽക്കാലത്ത് പോലും കൊട്ടാരത്തിന് തണുപ്പ് നൽകുന്ന രീതിയിലാണ് ഒരു ഹണി കോംഡ് കൂളിംഗ് സിസ്റ്റം ഇവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രതാപ് സിംഗ് മഹാരാജ ഒരു കൃഷ്ണഭക്തനായതിനാൽ 5 നിലകളുള്ള കൊട്ടാരം കൃഷ്ണന്റെ കിരീടത്തിന്റെ രൂപത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അക്കാലത്ത് പർദ്ദ കർശനമായി ആചരിച്ചിരുന്ന രാജകീയ സ്ത്രീകൾക്ക് പൊതുജനങ്ങൾ കാണാതെ തെരുവിലെ ഏത് ഘോഷയാത്രയും പ്രവർത്തനങ്ങളും വീക്ഷിക്കാൻ ഈ ജനാലകൾ ഉപയോഗിച്ചിരുന്നു. പുറംഭാഗം അലങ്കാരങ്ങളാൽ സമ്പന്നമാണെങ്കിലും താരതമ്യേന ലളിതമാണ് ഹവാമഹലിന്റെ ഉൾഭാഗം. ജയ്പൂർ സിറ്റിയുടെ മനോഹരമായ കാഴ്ച ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കുന്നതാണ്. जयपुर
ജന്തർ മന്ദർ 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നിർമ്മിച്ച ഒരു ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രമാണ് ജന്തർ മന്ദർ. ഇതിൽ ഏകദേശം 20 പ്രധാന സ്ഥിര ഉപകരണങ്ങളുണ്ട്. നഗ്നനേത്രങ്ങൾ കൊണ്ട് ജ്യോതിശാസ്ത്ര സ്ഥാനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും കൃത്യതയുള്ള മധ്യകാല നിരീക്ഷണാലയങ്ങളിൽ ഒന്നാണ് ജന്തർ മന്ദർ. ശാസ്ത്രം സാംസ്കാരികവും സാമൂഹികവുമായ വളർച്ചയുടെ ഭാഗമായതിൻ്റെ സ്മാരക രൂപം കൂടിയാണ് ഈ നിരീക്ഷണാലയം. പ്രപഞ്ചശാസ്ത്രവുമായി ബന്ധപ്പെട്ട വ്യാപകമായ സാമൂഹിക ആചാരങ്ങൾക്ക് പിന്നീട് ഇവിടം കാരണമായി. നഗരമാനങ്ങൾ, സമയനിയന്ത്രണം, യുക്തിസഹവും ജ്യോതിഷപരവുമായ പ്രവചനശേഷികൾ എന്നിവയ്ക്കൊക്കെ കാരണമാവുകയും ചെയ്തു. നോർത്ത് ഇന്ത്യയിൽ നിർമ്മിച്ച 5 ഒബ്സർവേറ്ററികളിൽ ഒന്ന്. മറ്റുള്ളവ ഡൽഹി, ഉജ്ജയിൻ, മധുര, വാരണാസി എന്നിവിടങ്ങളിലാണ്. ജയ്പൂരിലെയാണ് ഏറ്റവും വലുതും ഏറ്റവും സമഗ്രവും ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതും. 2010 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിന്റെ ഭാഗമായി മാറി. സിസോദിയ റാണി കാ ബാഗ് അഥവാ സിസോദിയ രാജ്ഞിയുടെ ഉദ്യാനം. നഗരത്തിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ ജയ്പൂർ ആഗ്ര റോഡിൽ സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരവും ശാന്തവുമായൊരു ഉദ്യാനമാണിവിടം. മൾട്ടി ലെവൽ ലാൻഡ്സ്കേപ്സ്, ക്രൊമാറ്റിക് ചുവർച്ചിത്രങ്ങൾ, കാസ്കേഡിംഗ് ഫൗണ്ടനുകൾ, ശാന്തമായ പവലിയനുകൾ എന്നിവയാൽ വളരെ മനോഹരമായതും എന്നാൽ മഹത്തായ ഒരു പ്രണയത്തിൻ്റെ കൂടി കഥ പറയുന്നിടം. ജയ്പൂരിൻ്റെ സ്ഥാപകനായ മഹാരാജ ജയ്സിംഗ് രണ്ടാമൻ തൻ്റെ 2ാമത്തെ രാജ്ഞിക്കായി നിർമ്മിച്ച ഉദ്യാനം. ഉദയ്പൂരിലെ സിസോദിയ രാജപുത്ര വംശത്തിൽപ്പെട്ടതായിരുന്നു ഈ രാജ്ഞി. പ്രകൃതിയോടും ചെടികളോടും അതീവ തത്പരയായിരുന്ന രാജ്ഞിക്ക് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് ഇവിടെ. ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ നന്നായി ആസൂത്രണം ചെയ്ത വാസ്തുവിദ്യാ രീതിയാണ്. മുഗൾ രൂപകൽപ്പനയുടെ പരമ്പരാഗത വശമായ 4 ഗാർഡൻ ഓഫ് പാരഡൈസിന്റെ പ്രചോദനത്താൽ കൊണ്ടുവന്ന മൾട്ടി ടയർ ഗാർഡൻ ലേഔട്ട്. പവലിയനുകൾ ചുവർച്ചിത്രങ്ങളും ഫ്രെസ്കോ പെയിന്റിംഗും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഹിന്ദു പുരാണങ്ങളാണ് ഈ ചുവർച്ചിത്രങ്ങളുടെ പ്രചോദനം. അതിൽ പ്രധാനമായും കൃഷ്ണരാധ പ്രണയകഥകളാണ്. മുഴുവൻ പൂന്തോട്ടത്തിൻ്റെയും ചുറ്റുമുള്ള ആരവല്ലി കുന്നുകളുടെയും മനോഹരമായൊരു കാഴ്ച ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. മോട്ടി ദുംഗ്രി കുന്നിൻ്റെ താഴെയായി സ്ഥിതി ചെയ്യുന്ന ബിർള മന്ദിർ. പ്രശസ്ത ഇന്ത്യൻ വ്യവസായികളായ ബിർള കുടുംബമാണ് ഈ ക്ഷേത്രം കമ്മീഷൻ ചെയ്ത് നിർമ്മിച്ചത്. മുകളിലായി പ്രസിദ്ധമായ മോട്ടി ദുംഗ്രി ടെമ്പിൾ കാണാം. വെളുത്ത മാർബിളിൽ പണികഴിപ്പിച്ച ഈ ക്ഷേത്രം സങ്കീർണമായ കൊത്തുപണികളാൽ സമ്പന്നമാണ്. ക്ഷേത്രത്തിനുള്ളിൽ ലക്ഷ്മി നാരായണ ശില്പമുണ്ട്. വളരെ പീസ്ഫുള്ളാണ് ഇവിടുത്തെ അന്തരീക്ഷം. സിറ്റിയുടെ നടുക്ക് വളരെ ശാന്തമായി വന്നിരിക്കാനും അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കാണാനും പറ്റിയ ഇടം.
ജയ്പൂരിലെ മറ്റ് പല ആകർഷണ കേന്ദ്രങ്ങളാണ് പന്ന മീനാക്ക കുണ്ട്, ശ്രീ ജഗത് ശിരോമണി ടെമ്പിൾ, പത്രിക ഗേറ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരമെന്ന നിലയിൽ അതിൻ്റെ കാലത്തിനു മുമ്പേ സഞ്ചരിച്ച നഗരമായിരുന്നു ജയ്പൂർ. പിങ്ക് സിറ്റിയിൽ നിന്ന് തിരികെ പോകുമ്പോൾ രാജകീയ ചരിത്രത്തിൻ്റെ ഒരു ഏട് കൂടി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും.